ഷാജി ജോൺ പോഡ്കാസ്റ്റിംഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് ലോകത്തിലെ രഹസ്യ ലൈബ്രറികളും നഷ്ടപ്പെട്ട അറിവുകളെക്കുറിച്ചുമാണ്. അതെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ചരിത്രത്തിലെ വലിയ ഒരു ട്രഷറിനെ കുറിച്ചാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അറിവ് എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? പുരാതന ലൈബ്രറികളിൽ എന്തെല്ലാം ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു? ചില അറിവുകൾ, പ്രധാന അറിവുകൾ എങ്ങനെ ചരിത്രത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു? ഒരു സിവിലൈസേഷൻ, സംസ്കാരം വളരുന്നതിന് നോളജ്, വിസ്ഡം ആവശ്യമാണ്. പുരാതന ലോകത്തിൽ ലൈബ്രറീസ്, മാനുസ്ക്രിപ്റ്റ്സ്, സ്ക്രോൾസ്, ടാബ്ലറ്റ്സ് ഉണ്ടായിരുന്നു. ഇവ അറിവിൻ്റെ ഖജനാവായിരുന്നു. ലോകത്തിൽ ഇപ്പോൾ നടക്കുന്ന ചില ചലനങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കാം. വേൾഡ് നൗ. ഇന്ന് ലോകത്ത് ഏൻഷ്യൻ്റ് മാനുസ്ക്രിപ്റ്റ്സ് ഡിജിറ്റലൈസേഷൻ നടക്കുന്നു. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് മാനുസ്ക്രിപ്റ്റ്സ് പ്രിസർവ് ചെയ്യുന്നു. ബ്രിട്ടീഷ് ലൈബ്രറി മില്യൺസ് ഓഫ് ബുക്സ് ഡിജിറ്റൽ ആർക്കൈവ് ചെയ്യുന്നു. ലൈബ്രറി ഓഫ് കോൺഗ്രസ് വേൾഡ്സ് ലാർജസ്റ്റ് നോളജ് കളക്ഷൻസ് ആണ്. ഇവ പുരാതന അറിവുകൾ ഭാവി തലമുറയ്ക്ക് സംരക്ഷിക്കുവാൻ സഹായിക്കുന്നു. ഇനി നമുക്ക് പുരാതന ലൈബ്രറികളെ കുറിച്ച് ഒന്ന് അന്വേഷിച്ചു നോക്കാം. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ പുരാതന ലൈബ്രറി ദ ലൈബ്രറി ഓഫ് അലക്സാൻഡ്രിയ. ഇത് പുരാതന ലോകത്തിലെ ഏറ്റവും വലിയ അറിവിൻ്റെ കേന്ദ്രമായിരുന്നു. ഗ്രീക്ക്, ഈജിപ്ഷ്യൻ, പേർഷ്യൻ സ്കോളേഴ്സ് ഇവിടെ റിസർച്ച് ചെയ്തിരുന്നു. ആയിരക്കണക്കിന് സ്ക്രോൾസ് റെക്കോർഡ് ചെയ്തിരുന്നു. ഏൻഷ്യൻ്റ് മാനുസ്ക്രിപ്റ്റ്സ്, ഡെഡ് സീ സ്ക്രോൾസ്, നഗ് ഹമാൻറ്റി ലൈബ്രറി, കോഡെക്സ് സിനൈറ്റിക്കസ്, ഇവ റിലീജിയൻ, ഹിസ്റ്ററി, ഫിലോസഫി റെക്കോർഡ് ചെയ്തു. മെഡീവൽ നോളജ് സെൻറ്റേഴ്സ് ഏതൊക്കെയായിരുന്നു എന്ന് നോക്കാം. ഹൗസ് ഓഫ് വിസ്ഡം, നളന്ദ യൂണിവേഴ്സിറ്റി. ഇവ മാത്സ്, ആസ്ട്രോണമി, മെഡിസിൻ എന്നിവയെക്കുറിച്ച് പഠിപ്പിച്ചു. ഇന്ന് ലോകത്തിലെ വലിയ ലൈബ്രറീസ്: ലൈബ്രറി ഓഫ് കോൺഗ്രസ്, വത്തിക്കാൻ അപ്പോസ്റ്റോലിക് ലൈബ്രറി. മില്യൺസ് ഓഫ് ബുക്സ്, ഏൻഷ്യൻസ് മാനുസ്ക്രിപ്റ്റ്സ്, റിസർച്ച് ഡോക്യുമെന്റ്സ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. ഡിജിറ്റൽ നോളജ് റിലേറ്റഡ് ആയിട്ട് ഇന്ന് നോളജ് ഇൻ്റർനെറ്റ് വഴി ലഭ്യമാണ്. അതിന് നമ്മളെ സഹായിക്കുന്നു ഗൂഗിൾ ബുക്സ്, വിക്കിപീഡിയ, കിൻഡൽ മുതലായവ. ഇനി ചില പ്രശസ്തമായ വെബ്സൈറ്റുകളെ കുറിച്ച് സൂചിപ്പിക്കാം. പ്രൊജക്റ്റ് ഗുട്ടൻബർഗ്, ഇൻ്റർനെറ്റ് ആർക്കൈവ്. ഇവ മില്യൺസ് ഓഫ് ബുക്സ് ഫ്രീ ആയി നൽകുന്നു. ലൈബ്രറീസ് എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? ഒന്നാമതായി, നോളജ് പ്രിസർവ് ചെയ്യണം. 2, ലേണിംഗ് കണ്ടിന്യൂസ് ആയിരിക്കണം. 3, സിവിലൈസേഷൻസ് നോളജിൽ കൂടി മാത്രമേ വളരുകയുള്ളൂ. ഇതിൻ്റെ രത്നച്ചുരുക്കം ഇതാണ്: മനുഷ്യൻ്റെ ഏറ്റവും വലിയ ട്രഷർ ഗോൾഡ് അല്ല, നോളജ് ആണ്, വിസ്ഡം ആണ്. പുരാതന ലൈബ്രറീസ്, സിവിലൈസേഷൻസ്
നമ്മെ പഠിപ്പിച്ചത് അറിവുകൾ, ജ്ഞാനം പഠിക്കുക, പരിശീലിക്കുക എന്നതായിരുന്നു. പുരാതന ലൈബ്രറീസ് സിവിലൈസേഷൻ്റെ തലച്ചോറായിരുന്നു. എന്നാൽ യുദ്ധങ്ങൾ, തീയ്, പ്രകൃതി ദുരന്തം പല പ്രധാനപ്പെട്ട ജ്ഞാന കേന്ദ്രങ്ങളെയും നശിപ്പിച്ചു. അങ്ങനെ നമ്മളുടെ അമൂല്യമായ അറിവുകൾ നഷ്ടപ്പെട്ടു. എന്നാൽ ഇന്ന് ഡിജിറ്റൽ ടെക്നോളജി നോളജ് പ്രിസർവ് ചെയ്യുവാൻ നമ്മെ സഹായിക്കുന്നു. ഫ്യൂച്ചർ ജനറേഷൻ ഈ അറിവുകൾ വീണ്ടും പഠിക്കുവാൻ കഴിയും. ഒരു സിവിലൈസേഷൻ ശക്തമാകാൻ അതിൻ്റെ ലൈബ്രറീസ് ശക്തമായിരിക്കണം. ശക്തമായ അറിവും ജ്ഞാനവും ടെക്നോളജീസും ആണ് ഒരു സംസ്കാരത്തിൻ്റെ ആണിക്കല്ലുകൾ എന്നിവിടെ സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.